ഹായ് ഫ്രാൻസ്, അപ്പം എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മാർച്ച് 28 ഇന്നലെ നമ്മൾ ആടുജീവിതം FTS കണ്ടു. കണ്ട ആ ഒരു ഫീൽ എപ്പോഴും വിട്ടുമാറിയിട്ടില്ല കേട്ടോ. എന്താ പറയുക, ആ ഫീല് അത് റിക്കവർ ആവാൻ പറ്റിയിട്ടില്ല. അതിഗംഭീരമാണ് പടം. രക്ഷയില്ലാത്ത പെർഫോമൻസുകളും കാര്യങ്ങളും. പടത്തിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ ആ പടത്തിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ പോയി തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. പിന്നെ പല പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. നോവൽ വായിച്ചവർക്കുള്ള ഒരു നോവൽ മുമ്പ് വായിച്ച ആളുകൾക്ക് ഈ പടം കാണുമ്പോൾ ഒരു വേറെ ഫീലാണ്. ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് കിട്ടുന്നത് വേറെ ഫീലാണ്. രണ്ട് ഫീൽ ഗുഡാണ് കേട്ടോ, അതിൽ വേറെ സംശയം വേണ്ട. അപ്പോൾ പടം അസാധ്യമായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. സ്പെഷ്യൽ ഷോസുകളും നൈറ്റ് ഷോസുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ നോമ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ, നോമ്പുണ്ടായിട്ട് തന്നെ പടത്തിന് ഗംഭീര റെസ്പോൺസാണ് മലബാർ ഏരിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പല ഫ്രണ്ട്സൊക്കെ പലരും പടം കണ്ടു. നോമ്പെടുക്കുന്നവർ തന്നെ പലരും പടം കണ്ടു. കുറേ പേര് പടം കണ്ടിട്ടൊന്നുമില്ല. ഇനി പെരുന്നാളെടുക്ക് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. സിനിമ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കുറേ പേര് കണ്ടു, അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അവർ പടം കണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. എൻ്റെ റിവ്യൂ കണ്ടിട്ടാണ് പടം കണ്ടതൊക്കെ പറഞ്ഞു. പിന്നെ പടം എല്ലാവരും ഷുവർ ഹിറ്റ് പ്രതീക്ഷിച്ച സാധനമാണ്. ഈ നോവൽ ഇവർ എങ്ങനെ സിനിമയാക്കും, അതിലെങ്ങനെ അവർ കൊണ്ടുവരും, അത് ബ്ലസ്സി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും കഴിവുള്ളൊരു ഡയറക്ടറാണ്. ആൾ ചെയ്തൊരു 6 പടം നമുക്കറിയാം. ആ ഒരു 6 പടം എന്ന് വെച്ച് ആദ്യത്തെ പടം കാഴ്ച, കൊച്ചുണ്ടാപ്രി, മമ്മൂക്കയുടെ പെർഫോമൻസ്. മമ്മൂക്കയ്ക്ക് കാലങ്ങൾക്ക് ശേഷം നല്ല ഹിറ്റ് കിട്ടിയ പടം അത്. ഗംഭീര പെർഫോമൻസാണ് നമുക്ക് ചെയ്ത്. ഒരു ഭൂകമ്പമായിട്ട് ബന്ധപ്പെട്ട് കുട്ടി നാട്ടിലെത്തുന്നു, അവൻ്റെ ലൈഫിൽ അവൻ്റെ ഫാമിലി കണക്റ്റ് ആവുന്നു, അവസാനം മോനെ പോലെ ആവുന്നു. എനിക്ക് ഏറ്റവും വിഷമമായ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിയെ ആരും നോക്കാം, അല്ലെങ്കിൽ ഞാൻ വളർത്തിക്കൊണ്ടെന്ന് പറഞ്ഞു കൊടുത്ത് വിളിക്കാൻ വേണ്ടി നമ്പർ കൊടുക്കുക സീനുണ്ട്. ആ നമ്പർ കളയുമ്പോൾ സീനുണ്ട്. ഞാൻ സെക്കൻഡ് പാർട്ട് വരുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടീനെ വീണ്ടും കണ്ട് മമ്മൂട്ടിയുടെ അടുത്ത് ആ കുട്ടി തേടി വരുന്നൊരു അവസ്ഥ കൊച്ചുണ്ടാപ്രി. ആ ഒരു ഫീലൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൊരു സംഭവമായിരുന്നു 10 വർഷത്തിന് ശേഷം എന്നൊക്കെ. ഗംഭീര ഫീൽ കിട്ടിയ പടമാണ്. അതിന് ശേഷം വന്നു തന്മാത്ര, പറയണ്ട. അത് അവാർഡുകൾ ഒരുപാട് വാരിക്കൂട്ടി. അൽഷിമേഴ്സ് എന്ന രോഗം ജീവിതത്തിൽ വ്യക്തമായ ഒരു പ്ലാനിങ് ഉള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞുണ്ടാകുന്ന പ്രശ്നങ്ങൾ. മോഹൻലാൽ തിമിർത്ത് അഭിനയിച്ച പടമാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടമാണ്. ഒരുപാട് അവാർഡുകൾ ആ പടത്തിന് കിട്ടി. ആ രോഗത്തിൻ്റെ കുറിച്ച് ലോകം അറിഞ്ഞു, കേരളം അറിഞ്ഞു. വലിയൊരു ചർച്ചാ വിഷയ ഒരു പടമാണ്. അതുപോലെ പളുങ്ക്, നന്മയുടെ ലോകത്ത് ഗ്രാമങ്ങളിൽ ജീവിച്ച ഒരാൾ പൈസ ഉണ്ടാക്കാൻ അതിൻ്റെ പിന്നാലെ പോയി പട്ടണത്തിൽ നിന്നുണ്ടാവുന്ന അവസ്ഥകൾ അവിടെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണക്കാരൻ്റെ ലൈഫിൽ വരുന്ന കുറച്ച് പ്രശ്നങ്ങളായിട്ട് ഉള്ള ഒരു നല്ല മൂവി മമ്മൂക്കയുടെ പളുങ്ക്. അത് കഴിഞ്ഞ് പിന്നെ ഭ്രമരം വന്നു. ഭ്രമരം ഈ മൂവി ഓസം, രക്ഷയില്ല. നായകനും പ്രതിനായകനും നേർക്കുന്നേർന്നൊക്കെയാണ് നമ്മുടെ ഒരു ക്യാപ്ഷൻ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ അന്ന് പൊന്നാനിന്ന് കണ്ട പടം കാണുന്നു, ട്രാവലിങ്ങിൻ്റെ റിലീസ് തന്നെ കാണുന്നു. ഒരു വേറെ ഫീൽ. മോഹൻലാലിൻ്റെ മുഖത്തിങ്ങനെ എക്സ്പ്രഷൻസ് മാറി 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 മറിഞ്ഞൊരു പടം. പാട്ടുകൾ വേറെ ലെവൽ മൂവി. ഹെവി റിസ്ക് എടുത്ത് ചെയ്ത പടം കൂടിയാണ്. പ്രണയം, അത് വേറെ സാധനം. എത്ര ഏജായാലും നമ്മൾ പ്രണയിക്കുന്ന ഇഷ്ടപ്പെടുന്ന വേറൊരാളടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കണക്റ്റ് ആകുമ്പോൾ എല്ലാവരും ഉള്ളൊരു സാധനം കിട്ടും. എത്ര ഓപ്പണാന്ന് പറഞ്ഞാലും അത് ഈ ഫിലിമിൽ വർക്കൗട്ടായിട്ട്. പക്ഷെ ജനറേഷൻ പഴയ ജനറേഷനാണ്. ഈ ജനറേഷനിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. മോഹൻലാലിനെ വെച്ച് 3 പടം ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പടം ആടുജീവിതത്തിന് ശേഷം പ്ലസ് അനൗൺസ് ചെയ്ത് വെച്ച് മോഹൻലാലിനെ വെച്ച് തന്നെയാണ്. അതുപോലെ കൽക്കത്ത ന്യൂസ് ദിലീപിനെ വെച്ചിട്ട്, അത് പ്ലസ് തന്നെയല്ലേ? അതെ, യെസ്, അതൊരു ഗംഭീര സാധനമാണ്. പിന്നെ ആടുജീവിതം. അപ്പം എല്ലാ പടങ്ങളും ഹിറ്റ് എന്ന് തന്നെ പറയാം. അതിൽ സൂപ്പർ ഹിറ്റുകളുണ്ട്. എല്ലാ പടങ്ങളും ആൾ ചെയ്തെല്ലാം ഗംഭീരമാണ്. അപ്പം ഈ മാർച്ച് 28 ഈ പടം ബ്ലസ്സി പൃഥ്വിരാജിന് ഈ പടം റിലീസായി. കഴിഞ്ഞ വർഷം മാർച്ച് 28 നടന്നു. 5 വർഷമായി ഇപ്പോൾ. 5 വർഷം മുമ്പ് ഒരു മാർച്ച് 28 നടന്നു. ലൂസിഫർ സംഭവിച്ചാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു പടം സംഭവിച്ചത്. അത് ഹിറ്റ്. ഈ 5ാം വർഷമാണ് ഈ പടം ഇറങ്ങിയത്. ഒരു മെഗാ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററിലേക്ക് പോകുന്നു, യാതൊരു സംശയമില്ല. ഒരു പക്ഷേ മലയാളത്തിൽ ഇന്നേ വരെയുള്ള എല്ലാ റെക്കോർഡുകളും തൂക്കി വയ്ക്കാം, ഈവൻ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ വരെ. അപ്പോൾ പടത്തിനെ കുറിച്ച് ഞാൻ ഗംഭീര അഭിപ്രായങ്ങൾ കേട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലസ്സിയുടെ കരിയറിലെ ഏറ്റവും വലിയൊരു സംഭവമാണിത്. പൃഥ്വിരാജ് ചെയ്തതിലെ ഏറ്റവും വലിയൊരു ക്യാരക്ടർ, ഏറ്റവും റിസ്ക് എടുത്ത ക്യാരക്ടർ. ലോൾ ക്രൂ ഗംഭീരാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം, നമ്മൾ ഹക്കീമിൻ്റെ ക്യാരക്ടർ ചെയ്ത ഗോകുൽ. അവൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. ആള് നല്ല എഫേർട്ട്. അതൊരു പൃഥ്വിരാജ് ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു. എന്നെപ്പോലെ തന്നെ തടി കുറയ്ക്കാനൊക്കെ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. അവസാനം എൻ്റെ ഉമ്മ വിളിച്ചിട്ട്, ഗോകുലിൻ്റെ അമ്മ വിളിച്ചിട്ട് പ്രസിദ്ധാറ് വിളിക്കലൊക്കെ ഉണ്ടായി. ചെക്കൻ ഒന്നും കഴിക്കില്ല, അത്ര ഇത്. പിന്നെ നാട്ടിൽ കഞ്ചാവാന്നൊക്കെ പറഞ്ഞു തുടങ്ങി. ഇവനും തടി കുറയ്ക്കണമല്ലോ. ഇവർ തമ്മിലുള്ള കണക്ഷൻ സീനുകളൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ. ഗോകുൽ ഫിലിം ഒരു പാഷനായിട്ട് എടുക്കുന്ന ആളാണ്.
കൊറോണ സമയത്ത് അനുഭവിച്ച പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഫിലിമിന് വേണ്ടിയിട്ട് ബ്ലസി സാർ അസിസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിലിം ഒരു ഭയങ്കര പാഷനായിട്ട് നടക്കുന്ന ആളാണ്. ഗൂഗിൾ ഇതിന് മുമ്പ് ചെയ്ത പടം കറക്റ്റ് ചെയ്താൽ എനിക്ക് ഓർമ്മയില്ല, വേറെ പടം ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇനി നല്ല കരിയറുള്ളൊരു നടനാണ്, സ്റ്റഫുള്ള നടനാണ്. ആ ക്ലൈമാക്സിലെ കുറേ സീനുകളൊക്കെ അതിഗംഭീരമാണ്. അപ്പോൾ ഒരു രക്ഷയില്ല ആളുടെ പെർഫോമൻസ്. പിന്നെ നമ്മുടെ ആഫ്രിക്കക്കാരൻ്റെ പെർഫോമൻസ്, ആൾ ഏത് കുറേ പടങ്ങളുടെ ഭാഗമാണെന്നൊക്കെ അറിഞ്ഞു. ആളൊരു ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തത്. എന്നാലും ആഫ്രിക്കക്കാരെന്നാണ് പറഞ്ഞത്, ആൾ ഗംഭീര പെർഫോമൻസ് ആണ് ചെയ്തത്. പിന്നെ മലബാർ ഹോട്ടലിൽ ഇക്ക, പിന്നെ എല്ലാ അറബികളും റോൾ ചെയ്ത ആള്. പിന്നെ പൃഥ്വിരാജിനെ കാറിൽ ഇവിടെ മറ്റേ മരുഭൂമിന്ന് ഇവിടെ എത്തിക്കുന്ന ആ അറബി ഈശാൻ്റെ മോനെ, എന്തുവാളെ എക്സ്പ്രഷൻസും നോട്ടും കാര്യങ്ങളും. പിന്നെ അമല അപ്പോൾ കുറച്ച് സമയമുള്ളെങ്കിലും അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മേറെ ഓള് ബാലാപാർവതിയാന്ന് തോന്നുന്നു. ആളും എല്ലാ ക്യാരക്ടേഴ്സും ഇതിൽ ഫുൾ ടൈം പൃഥ്വിരാജ് തന്നെയാണ്. ഫുൾ ടൈം പൃഥ്വിരാജ് പടം തന്നെയാണ്. പൃഥ്വിരാജ് അത് നല്ല വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട് ശരിക്കും. ഒരു പക്ഷേ ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഈ റോള് ചെയ്യാൻ കിട്ടിയാലും ഇത്ര ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിച്ചു കൂട്ടാം. ഒരു പക്ഷേ നമ്മുടെ പല മലയാളം സൂപ്പർ സ്റ്റാറുകൾ, യുവ സൂപ്പർ സ്റ്റാർ, ഇപ്പം ദുൽഖർ മുതൽ അങ്ങോട്ട് എടുക്കാം, വലിയ ഹൈ പ്രൊഫൈലും ക്രൗഡ് പുള്ളി ഒരുപാട് പേരെ തിയേറ്ററിൽ കയറ്റാൻ കഴിവുള്ളൂ. ഇവരൊക്കെ ശരിക്ക് രാജുവേട്ടനെ മാതൃകയാക്കണമെന്ന് ഞാൻ പറയും. കാരണം 1-2 പടം ഇത്ര കൊല്ലം പടം ചെയ്തിട്ട് ഈ ലെവലിലെത്തിയത്. അപ്പം അതൊരു വലിയൊരു സംഭവമാണ് രാജുവേട്ടൻ. എന്തായാലും ഈ മാർച്ച് 28 ഒരു ഭാഗ്യ ദിവസമാണ് പൃഥ്വിരാജിനെ സംബന്ധിച്ച്. ഡയറക്ഷൻ തുടങ്ങി, ആദ്യത്തെ പടം ഇറങ്ങി, ബ്ലോക്ക് ബസ്റ്ററായ ഇതും അതുപോലെ തന്നെ ആടുജീവിതം എന്നത് ഇനി അടുത്തൊരു മാർച്ച് 28 ആകുമോ L2E എമ്പുരാൻ. നമുക്ക് കാത്തിരിക്കുക. എനിവേ എന്തായാലും എല്ലാവരോടും ഒരിക്കൽ കൂടി ഈ പടം എനിക്ക് ഫീലായിട്ട് വിട്ടുമാറിയിട്ടില്ല. ഒരുപാട് ഭാഗങ്ങൾ കണക്റ്റായിട്ട് മനസ്സിലുള്ള നിങ്ങൾ ഇപ്പോഴും വിങ്ങാണ് കിടന്നിട്ട് ശരിക്ക്. ഞാൻ ഫാമിലിയായിട്ട് ഇന്ന് പടത്തിന് പോകുന്നുണ്ട്, എല്ലാവരും കൂട്ടി സെക്കൻഡ് ടൈം. ടിക്കറ്റ് സ്ഥലത്ത് കിട്ടാനില്ല, അടുപ്പിച്ചൊരു 8 ടിക്കറ്റ് വേണമല്ലോ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇന്നോ നാളെ ആയിട്ട് പോവും. അപ്പോൾ എനിവേ പടം എന്താ ഒരു മസ്റ്റ് വാച്ച് മൂവി, രക്ഷയില്ല. പിന്നെ നോവലും ഫിലിം തമ്മിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, കുറച്ച് ചെറിയ മാറ്റങ്ങൾ. അത് ഫിലിമിലേക്ക് വരുമ്പോൾ അത് സ്വാഭാവികമാണ്. അവർ മാറ്റം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. പിന്നെ റസൂൽ പൂക്കുറ്റി, ഇനി റഹ്മാനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവര് ഇല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഈ പടത്തിൽ. ആ രീതിയിലാണ് രണ്ടുപേരും ചെയ്തു വെച്ചിട്ടുള്ളത്. ഓൾ ക്രൂ, ക്യാമറ, ഓരോ വിഷ്വൽസ് ഒക്കെ ഉണ്ട്, ഒന്നും പറയാനില്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എല്ലാവരും നീതി പുലർത്തിയിട്ടുണ്ട്. ഒരു ഫുൾ ക്രൂ നീതി പുലർത്തിയ പടമാണ് ഓൾ ക്രൂ, എല്ലാവരും, ടെക്നിക്കൽ ടീം ഓൾസോ. അപ്പോൾ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. ഒന്നും ആലോചിക്കേണ്ട, പോയി കാണുക. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്, നല്ല തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ. ശരിക്കും നമ്മളുടെ ഒരാളായി പോവും നജീബിൻ്റെ ഒപ്പം, നമ്മളൊപ്പം നിൽക്കുന്ന ഒരാളായി പോവും, നമ്മുടെ ഇടയിലുള്ള ഒരാളായി പോവും നജീബ്. ആ രീതിയിലാണ് നമ്മുടെ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് വന്നിട്ടുള്ളത് നജീബിൻ്റെ. പിന്നെ ഒരുപാട് നജീബുമാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. ഇപ്പം ഇന്നലെ ഒരു ന്യൂസ് കേട്ട്, ഇങ്ങനത്തെ പെട്ടുകിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, രക്ഷപ്പെടാത്ത ആളുകളുണ്ട്, രക്ഷപ്പെട്ട ആളുകളൊക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ പടം ഇറങ്ങിയപ്പോഴാണ് ഇത് വന്നത്. ഇതൊക്കെ ഒരു വലിയൊരു പ്രചോദനം തന്നെയാണ്. ഇനി ഒരുപാട് പേർക്ക് അത് പ്രചോദനമാകട്ടെ. അത് നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു സംഭവമാണ്. ഇത് ഓൾമോസ്റ്റ് അറിഞ്ഞു. പിന്നെ ആടുജീവിതം നോവൽ വായിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർക്കൊക്കെ അതൊരു സംഭവമാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടെന്നൊക്കെ അറിയണം. ജനങ്ങളുടെ ഇടയിൽ എത്തേണ്ട ഒരു വലിയൊരു മെസ്സേജ് കൂടി ഫിലിമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ സംഭവങ്ങളുണ്ടെന്ന രീതിയിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും, കാരണം ടെക്നോളജി കാര്യങ്ങളൊക്കെ മാറി, എല്ലാത്തിനും അപ്ഡേഷൻ വന്നു. എനിവേ നമുക്ക് നോക്കാം. പടം എന്തായാലും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവട്ടെ, സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ്.